ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവരെയും കർത്തൃനാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 16-ാം അധ്യായത്തിൽ ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. 17-ാം അധ്യായത്തിൽ ഫെലിസ്ത്യന്മാരുടെ വില്ലനായ ഗോലിയാത്തുമായുള്ള ദാവീദിൻ്റെ ഏറ്റുമുട്ടലാണ് നമ്മൾ വായിക്കുന്നത്. ഫെലിസ്ത്യർ ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അപ്പോൾ ഫെലിസ്ത്യരുടെ ഇടയിൽ വലിയ മല്ലനായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ പേരാണ് ഗോലിയാത്ത്. അവൻ്റെ ശരീരപ്രകൃതിയെപ്പറ്റി ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. 6 മുഴം 1 ചാൺ നീളമുണ്ട്. ഏകദേശം ഒരു 9-10 അടിയോളം പൊക്കമുള്ള വലിയ ഒരു മനുഷ്യനാണ്. പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ടയാണ്. ഷൂസിന് പകരം പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മൂടിയിരിക്കുന്നതായ കവചത്തിന് തന്നെ അതും പിച്ചള കൊണ്ടാണ്. 5000 ഷെക്കേൽ തൂക്കമുണ്ട് ഒരു വലിയ ഒരു കവചമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിച്ചള കൊണ്ടുള്ളതായ കുന്തം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ആ മുനയ്ക്ക് തന്നെ ഏകദേശം 600 ഷെക്കേൽ തൂക്കമുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയൊരു കൂടി വരുന്ന വലിയൊരു സമൂഹത്തെ തന്നെ കൊന്നുകളയുവാൻ തക്കവണ്ണം ശക്തിയുള്ള വലിയ അല്ലെങ്കിൽ വലിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഫെലിസ്ത്യർ അദ്ദേഹത്തെ മുന്നോട്ട് വിട്ടു. അദ്ദേഹം ഇസ്രായേലിനെ വന്ന് വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളി ഇതാണ്: ആർക്കെങ്കിലും എന്നെ തോൽപ്പിക്കാൻ കഴിവുണ്ടോ? ഇസ്രായേലിൽ ആരെങ്കിലും എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഫെലിസ്ത്യർ മുഴുവൻ ഇസ്രായേൽ ജനത്തിന് അടിമകളായിരിക്കാം. അല്ല, നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല, ഞാൻ നിങ്ങളെയാണ് തോൽപ്പിക്കുന്നതെങ്കിൽ ഇസ്രായേൽ എനിക്ക് അടിമയായിരിക്കണം, ഫെലിസ്ത്യർക്ക് അടിമയായിരിക്കണം. ഏകദേശം 40 ദിവസത്തോളം ഈ വെല്ലുവിളി നീണ്ടു നിന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഈ സമയത്താണ് ദാവീദ് തൻ്റെ ആടുമാടുകളെ മേയ്ക്കാൻ വേണ്ടി പോയിട്ട് മടങ്ങി വരുന്നു. ആ സമയത്ത് ഈ യുദ്ധത്തിൽ ഈശായുടെ മൂത്ത മക്കളായ 3 പേരും ഈ യുദ്ധത്തിന് ഇസ്രായേൽ ജനത്തോട് ചേർന്ന യുദ്ധമുഖത്താണ്. ഏലിയാബ്, അബീനാദാബ്, ഷമ്മ. അപ്പോൾ ദാവീദിൻ്റെ പിതാവായ ഈശായി ദാവീദിനെ വിളിച്ചിട്ട് യുദ്ധമുഖത്തുള്ള തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തയക്കുകയാണ്. അവൻ കഠിനാധ്വാനിയാണ്. ആടുകളെയൊക്കെ മേയിച്ചു വന്നെങ്കിലും തൻ്റെ സഹോദരന്മാർക്ക് ഭക്ഷണവുമായി വീണ്ടും ക്ഷീണം വകവയ്ക്കാതെ അദ്ദേഹം പോവുകയാണ്. അവിടെ ചെന്ന് സഹോദരന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോലിയാത്തിൻ്റെ വെല്ലുവിളി അദ്ദേഹം കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ 17-ാം വാക്യത്തിൽ അദ്ദേഹം സഹോദരന്മാരോടും ഇസ്രായേലത്തോടും ചോദിക്കുന്നു: ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കുവാൻ പരിച്ഛേദന ഏൽക്കാത്ത ഇവരാരാണ്? ഇസ്രായേൽ ജനം മുഴുവൻ പരിച്ഛേദന ഏറ്റവരാണോ എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണ്. യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മളെ വെല്ലുവിളിക്കുവാൻ അവിശ്വാസിയായ ഇവനാര്? അതുകൊണ്ട് ആ വെല്ലുവിളിയെ വെറുതെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാനാവില്ല എന്നർത്ഥം. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയ മല്ലനാണ്. ധാരാളം ജനങ്ങളും ഫെലിസ്ത്യരുടെ ഇടയിലുണ്ടാവാം. പക്ഷേ പണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ കാലേബ്, യോശുവ എന്ന 2 പേരുടെ വിശ്വാസം കൊണ്ട് വാഗ്ദത്ത ദേശം ഇസ്രായേൽ ജനത്തിന് ലഭിച്ചതായ കാര്യം ദാവീദിനറിയാം. ആ ദൈവത്തിലാണ് അവൻ ആശ്രയിക്കുന്നത്. 6 ലക്ഷത്തിൽ പരം ആളുകളുണ്ടായിട്ടും അതിൽ 2 പേർ
അവരുടെ വിശ്വാസത്താൽ ആ ദേശം പിടിച്ചടക്കാൻ സാധിച്ചുവെങ്കിൽ ഈ മല്ലൻ ദൈവത്തിന് മുൻപിൽ ഒന്നുമല്ല എന്ന് ദാവീദ് മനസ്സിലാക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ വായിച്ചല്ലോ, അവൻ വീണ വായിച്ച്, സങ്കീർത്തനം വായിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അവന് ഇത് പറഞ്ഞിട്ട് ചെന്ന് സൗൽ രാജാവിനെ കണ്ടിട്ട് പറയുന്നു, ഞാൻ ഗോലിയാത്തിനെ നേരിടാം. സൗലിന് അതിശയം തോന്നി. വളരെ പൊക്കക്കുറവുള്ള ഒരു യൗവനക്കാരൻ. അദ്ദേഹം പറഞ്ഞു, നിന്നെ കൊണ്ടാവില്ല. അപ്പം അദ്ദേഹം പറയുന്നു, അദ്ദേഹം ചെയ്തതായ ചില വീരപ്രവൃത്തികളെക്കുറിച്ച് ദാവീദ് ഇവിടെ സൗലിനെ അറിയിക്കുകയാണ്. ആടുകളെ മേയ്ക്കുന്ന സമയത്ത് സിംഹവും കരടിയൊക്കെ ആടിനെ പിടിക്കുമ്പോൾ അതിനെ ഞാൻ കൊന്ന ആടുകളെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അത്രമാത്രം ശക്തി ഉള്ള ഒരു മനുഷ്യനാണ് ഈ ദാവീദ് എന്ന് പറയുന്നത്. അതൊക്കെ പറഞ്ഞപ്പോൾ ശൗൽ അതിനുള്ള അനുവാദം കൊടുക്കുന്നു. നീ എന്നാൽ പോയി ഗോലിയാത്തിനെ നേരിടാൻ പറഞ്ഞു. ശൗലിൻ്റെ ഉള്ളിൽ ഇവൻ ജയിക്കുമെന്ന പ്രതീക്ഷയൊന്നുമില്ല, എങ്കിലും ഒരു പരീക്ഷണമെന്ന രീതിയിൽ അവനെ അയക്കുന്നു. അതിനുവേണ്ടി ശൗൽ ധരിച്ചിരുന്നതായ പടച്ചട്ടയും കാൽച്ചട്ടയും ഒക്കെ അദ്ദേഹത്തിന് ഊരിക്കൊടുത്തു. അദ്ദേഹം അതൊക്കെ ഇട്ട് നോക്കി. ദാവീദ് ഒന്നും തനിക്ക് ചേരില്ല. അദ്ദേഹം അതെല്ലാം ഊരി വെച്ചിട്ട് നമ്മൾ വായിക്കുന്നു, ഒരു കവണിയും 5 കല്ലുകളുമായി അദ്ദേഹം നേരിടുകയാണ്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബലം ഈ കാൽച്ചട്ടയോ അല്ലെങ്കിൽ ഭൗതികമായി ഇതിനേക്കൊന്നുമല്ല. യഹോവയായ ദൈവമാണ് അവൻ്റെ ശക്തി. അവൻ വളരെ ധൈര്യമായ വിശ്വാസത്തോടെ ഗോലിയാത്തിനെ നേരിടുവാൻ ചെല്ലുകയാണ്. ദാവീദിനെ കണ്ടപ്പോൾ തന്നെ ഗോലിയാത്ത് ചിരിച്ചിട്ടുണ്ട്. അവൻ്റെ മുട്ടിനത്രയും പോലും പൊക്കമില്ലാത്തൊരു മനുഷ്യൻ. അവനെ എന്തു ചെയ്യാനാണ്? അപ്പോഴാണ് നമുക്കറിയാമല്ലോ, ദാവീദ് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് എയ്തു. അത് ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ ചെന്ന് പതിക്കുകയും അവൻ വീണു പോവുകയും ചെയ്യുകയാണ്. എന്നിട്ട് ദാവീദ് ഓടിച്ചെന്ന് അവൻ്റെ വാള് തന്നെ ഊരി, ദാവീദിൻ്റെ കയ്യിൽ വാളില്ലല്ലോ, ഗോലിയാത്തിൻ്റെ വാള് തന്നെ ഊരി അവൻ്റെ ശിരസ് വെട്ടിയെടുക്കുന്നതായ സാഹചര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് ഈ സംഭവം പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മെ ചിന്തിപ്പിക്കുന്നത്? അപ്പം ഗോലിയാത്തിനെ പോലുള്ള പൈശാച ശക്തികളെ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സിംഹം, കരടി മുതലായ പാപങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റണം. അങ്ങനെ കഴിവുള്ളവനും ശക്തിയുള്ളവനും മാത്രമേ ഗോലിയാത്തിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ രഹസ്യപാപങ്ങളെ, ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള രഹസ്യപാപങ്ങളെ നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കണം. അവർക്ക് മാത്രമേ ഗോലിയാത്തിനെ പോലുള്ളവരെ നേരിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ദാവീദ് ഗോലിയാത്തിനോട് പറയുന്ന ഒരു വചനമുണ്ട്, നീ വാളും കുന്തവും ശൂലവുമായി എൻ്റെ നേരെ വരുന്നു, ഞാനാകട്ടെ സർവേശ്വരനായ ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നു. ഭൗതികമായ എല്ലാ ശക്തികളും നിനക്കുണ്ട്, എല്ലാ സാഹചര്യങ്ങളും നിനക്കുണ്ട്. പക്ഷെ ഞാനതിലെല്ലാം ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. അതുകൊണ്ടാണ് ദാവീദ് പിന്നീട് പ്രാർത്ഥിച്ചല്ലോ, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തെങ്കിലേക്ക് ഓർത്തും, എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്നാണ് വരുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഏതെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നാലും ദൈവത്തെങ്കിലേക്ക് നമ്മൾ ആശ്രയിക്കുമെങ്കിൽ ആ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഗോലിയാത്തിനെ വധിക്കുവാൻ ദാവീദിന് ഒറ്റ കല്ലിൻ്റെ ആവശ്യം മാത്രമേ ആവശ്യമായി വന്നുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർക്കുകയാണ്. എബ്രായ ലേഖനം 2:14 പൗലോസ് പറയുന്നു, മരണത്തിൻ്റെ അധികാരിയായവനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ചു നമ്മുടെ കർത്താവ്. മരണത്തിൽ അധികാരിയായിരുന്ന ഗോലിയാത്തിനെ ക്രിസ്തുവായിരുന്ന ദാവീദ് തൻ്റെ മരണത്താൽ തന്നെ കൊല്ലുന്നതായ സാഹചര്യം. അപ്പോൾ നമ്മുടെ
ജീവിതത്തിൽ മല്ലനായി ഇപ്പോൾ നിലനിൽക്കുന്ന ആ പാപത്തെ നമുക്ക് ചെറുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളെ മുറുകെ പറ്റുന്ന പാപത്തെ നമ്മൾ ഒഴിവാക്കണം. എബ്രായർ 12:1 പൗലോസ് അതാണല്ലോ പറയുന്നത്, മുറുകെ പറ്റുന്ന പാപത്തെ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ മാത്രമേ ഏതൊരു പൈശാചിക പ്രലോഭനത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ഈ സംഭവത്തിൽ നിന്ന് പൈശാചിക ശക്തികളെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയും ദൈവവചന വായനയും ധ്യാനവും നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ദൈവം അതിനെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.